രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനുണ്ട്. രാഹുൽ, ഇപ്പോൾ തന്ത്രി നമുക്കറിയാം കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളാണ് തന്ത്രിയെ ജാമ്യത്തിൽ ബന്ധപ്പെട്ട് വന്നത് എന്നുള്ളതാണ്. അത് SITയുടെ വീഴ്ചകൾ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ മനസ്സിലാക്കുന്ന രാഹുലൊക്കെ മുന്നോട്ട് വെച്ച നിരവധി വാദങ്ങളുണ്ട് തന്ത്രിയെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരപരാധിയാണ് എന്നത് അത്തരത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. ഇതിപ്പോൾ കോടതി കൂടി അംഗീകരിക്കുമ്പോൾ വലിയ വീഴ്ച SITക്ക് സംഭവിച്ചു എന്നുള്ളതല്ലേ? ബോധപൂർവം രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറി ശ്രീ പിണറായി വിജയന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. CPM നേതാക്കൾക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ മുനയൊടിക്കാനായി തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം പിന്നിൽ തന്ത്രിയാണെന്ന കള്ളക്കേസിൽ കുടുക്കിയതാണ്. ഒന്ന്. രണ്ട്, കോടതിയുടെ വാക്കുകൾ കൃത്യമായി ഞാൻ പറയാം. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്, അതായത് തെളിവിന്റെ കടുക് മണി പോലും തന്ത്രിക്കെതിരെ ഇല്ലാന്ന് ഒരു കോടതിയാണ് എഴുതി വെക്കുന്നത്. ആലോചിച്ച് നോക്കുക. അതായത് തന്ത്രിക്ക് സംശയത്തിന്റെ ആനുകൂല്യമല്ല, തന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നല്ല, അങ്ങ് ശ്രദ്ധിച്ചു കാണും. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാതെയാണ് ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഭക്തരുള്ള ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 40 ദിവസത്തിലധികം ജയിലിലിടുന്നത്. പി നമ്പിനാരായണൻ 50 ദിവസം ഇതേപോലൊരു കള്ളക്കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം കേരള ചരിത്രത്തിൽ ഇതേപോലെ ഒരു കള്ളക്കേസിൽ 40 ദിവസം ശബരിമല തന്ത്രിക്ക് കിടക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ നാടിന്റെ നാണക്കേടാണ്, ദുര്യോഗമാണ്. അങ്ങേക്കറിയാലോ, ഞാനൊരു ഗാന്ധിയനും മതസൗഹാർദ്ദവാദിയുമാണ്. പക്ഷേ ഞാൻ വളരെ വിനയത്തോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം മതസഹോദരങ്ങളുടെ നേതാക്കളെയോ അല്ലെങ്കിൽ ആത്മീയ നേതാക്കളെയോ പള്ളിയിലച്ചന്മാരെയോ മൗലവിമാരെയോ ഇതേപോലൊരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ ഗവൺമെന്റ് ജയിലിലിടൂ? നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ദുര്യോഗമാണ് നമ്മുടെ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മീയ നേതാക്കളെ ഫുട്ബോൾ പോലെ തട്ടാൻ കഴിയുന്നത്. എന്ത് വലിയ കള്ളത്തരമാണ് നടന്നത്. എന്നിട്ട് SIT വാജിവാഹനത്തിന്റെ പേരിൽ അടുത്ത കഥ ഇറക്കി. വാജിവാഹനം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ തന്ത്രിയുടെ വീട്ടിൽ ദേവസ്വം ബോർഡ് പുറത്തു കൊടുത്തു വിട്ടത്. അത് ശ്രീ ശ്രീജിത് പണിക്കരെ പോലുള്ളവരാണ് ആ സത്യം വെളിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് തന്ത്രിക്ക് 2.5 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്ഥാപനം പൊട്ടി. അതുകൊണ്ട് തന്ത്രി അതിൽ കംപ്ലൈന്റ് ചെയ്തില്ല. SITയുടെ അടുത്ത കള്ളക്കഥയാണ്. അവസാനം അവര് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് തന്ത്രിയുടെ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ശബരിമല തന്ത്രിക്കെതിരെ ചെയ്തത്. ഓർക്കുക, ഇതിന്റെ എല്ലാ അടിസ്ഥാനം കണ്ഠരര് രാജീവര് യുവതി പ്രവേശനത്തിന് അനുവദിച്ചില്ല. അദ്ദേഹം ശക്തമായി മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തു, ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കില്ല, അഥവാ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ ശ്രീകോവിലിന്റെ നട അടച്ചിട്ട് പോകുമെന്ന്. അങ്ങേക്ക് ഓർമ്മ കാണും, അന്ന് കണ്ഠരര് രാജീവരും ഞാനും കൂടെ പോലും പല വിഷയങ്ങളിലും തർക്കിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറെ കൂടെ സാത്വികനാണ്. അദ്ദേഹം എന്റെ അഗ്രസീവായ വഴികളോട് യോജിക്കുന്ന വ്യക്തിയല്ല. എന്റെ മുത്തശ്ശി ദേവകി അന്തർജനത്തെ അല്ലെങ്കിൽ താഴോൺ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയെ അവിടെ അറസ്റ്റിലായപ്പോ അദ്ദേഹം എന്നോട് വിളിച്ച് നീരസം പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം അദ്ദേഹം കുറെ കൂടെ സാത്വിക രീതിയിൽ പോകണമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെയാണ് അറസ്റ്റ് ചെയ്ത് 41 ദിവസം രാഹുൽ, സംശയമില്ല. ഇവിടെ അങ്ങനെയെങ്കിൽ കടുത്ത നിയമ നടപടികളിലേക്ക് തന്ത്രി കുടുംബവും കടക്കേണ്ടി വരും. മാനനഷ്ടം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. SIT ഇങ്ങനൊരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഇങ്ങനൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ മുകളിലേക്ക് നിയമത്തിന്റെ മറ്റു വഴികളിലേക്ക് കൂടി പോകേണ്ടി വരും. അതിന് തയ്യാറാകുമോ? അല്ല, അത് എനിക്കറിയില്ല. അദ്ദേഹമാണ് പറയേണ്ടത്. ഇപ്പൊ ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമല്ല, അദ്ദേഹം മാനസികമായി ഷാറ്റേർഡായി. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് തന്നെ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതുപോലെ അദ്ദേഹം പലതവണ പൊട്ടിക്കരയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കേരളത്തിൽ നടക്കുന്നത് അദ്വൈതം സിനിമയിൽ 35 വർഷം മുമ്പ് ഇറങ്ങിയ അദ്വൈതം സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടിയാണ് കേരളത്തിൽ നടക്കുന്നത്. ആ സിനിമ അങ്ങനെ പലരും അത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ സിനിമ കണ്ടാൽ അറിയാം, ഇതേപോലെ തിരുവാഭരണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഭരണങ്ങൾ മോഷണം പോയി അവിടെ ചില രാഷ്ട്രീയക്കാർ, അതും പക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ, അത് മോഷ്ടിക്കാനും അല്ലെങ്കിൽ മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുകയും മറ്റും ചെയ്തു. എന്നിട്ട് തന്ത്രിയായ തിക്കുറിശി സുകുമാരൻ നായരെ കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്. ഇനി അത് പറയാനും ഒരു പ്രസക്തിയുണ്ട്. കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സിനിമാ പാട്ടുണ്ട്. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും കോടതി ഒരു സിനിമാ പാട്ട് ഒരു വിധിയിൽ എഴുതുന്നത്. അത് ഈ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന അദ്വൈതത്തിലെ പാട്ടാണ്, മോഹൻലാലിന്റെ സിനിമയിൽ. അതിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്. തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ആ പാട്ട് ആ സിനിമയിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി. ഇത് നമ്മൾ ഹിന്ദു വിശ്വാസികളെ അപമാനിച്ചതാണ്, അയ്യപ്പ വിശ്വാസികളെ അപമാനിച്ചതാണ്. നന്ദി രാഹുൽ ഈശ്വർ ഈ വിഷയത്തിലെ പ്രതികരണത്തെ. ഏതായാലും ഗൗരവതരമായ വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.